നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇതാണ് ക്ഷണക്കത്തിന്റെ സാമ്പിൾ. ഇഷ്ടപ്പെട്ടോ നോക്കണം. ചേച്ചി ജാസ്മിന്റെ കല്യാണവുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് കാര്യത്തിനും അവസാന വാക്ക് ഇവിടുത്തെ പാർവതിയുടേതാ. അതുകൊണ്ട് ഈ കത്തിന്റെ കാര്യത്തിലും പാർവതിയുടെ അഭിപ്രായമാണ് പ്രധാനം. പാർവതി, ഈ കത്തിന്റെ സാമ്പിൾ നോക്കിയിട്ട് ഇത് നിനക്ക് ഇഷ്ടപ്പെട്ടോന്ന് പറയൂ. പാർവതി, അത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയൂ. പാർവതി, എന്താ ഇത്? നീ കത്തെടുത്ത് കളഞ്ഞോ? അയ്യോ ഇല്ല, അതെന്റെ കയ്യിന്ന് വഴുതി പോയതാ. ക്ഷമിക്കണം. അത് സാരമില്ല. നിനക്ക് കല്യാണക്കുറി ഇഷ്ടമായോ? കൊള്ളാം. എന്താ ഗാർഗി, എന്താ ഇത്? ഞാനൊന്നും ചെയ്തില്ല. സോറി, എന്റെ കയ്യിൽ നിന്നാ ചായ വീണത്. ഗാർഗി, നീ പോയി വേറെ ചായ എടുത്തുണ്ടോ? ഏയ്, അത് വേണ്ട. ഇതെന്താ ഇയാളെന്നെ ഇങ്ങനെ നോക്കുന്നേ? ഞങ്ങളുടെ വീട്ടിലൊരു പെണ്ണിനെ കെട്ടാൻ പോകുന്ന ആളല്ലേ, അപ്പോ ആൾ എത്രക്കാരനാണെന്ന് അറിയണമല്ലോ. അതോടെ അറിയാൻ വേണ്ടിട്ടാ ഞാനിങ്ങനെ നോക്കിയേ. ഗാർഗി, നീ എന്ത് മര്യാദകേടായി കാണിക്കുന്നത്? നിന്നോട് ആരാ പറഞ്ഞത് ഈ പയ്യനെ ഇങ്ങനെ പരീക്ഷിക്കാൻ? ഈ പയ്യൻ എത്രക്കാരനാണെന്ന് അറിയാൻ നിന്നെ ആരെങ്കിലും ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ? അത് ഈ പയ്യനെ പരീക്ഷിക്കാൻ ഗാർഗിയോട് പറഞ്ഞത് ഞാനാ. പാർവതി, നീ എന്താ ഇയാളെ ഇൻസൾട്ട് ചെയ്യാൻ നോക്ക? ഇതെന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന ആളാ. ആ ഓർമ്മ നിനക്ക് വേണം പറഞ്ഞേക്കാം. വെറുതെ ഇങ്ങനെ അപമാനിക്കാൻ ശ്രമിക്കരുത്. പാർവതി വിവാഹം ഉറപ്പിച്ച ശേഷമാണോ നീ ഇവനെ പരീക്ഷിക്കാൻ നിൽക്കുന്നത്? നിങ്ങൾ എല്ലാരും ഒന്ന് നിർത്ത്. നിങ്ങൾ വെറുതെ പാർവതിയെ കുറ്റപ്പെടുത്തണ്ട. യാസ്മിനെ വിവാഹം കഴിക്കുന്ന ചെറുക്കൻ ആള് പെർഫെക്റ്റ് ആയിരിക്കണമെന്ന് കരുതിയ പാർവതി ഗാർഗിയെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിച്ചത്. അത് ജാസ്മിന്റെ ഒരു മൂത്ത ചേച്ചിയുടെ സ്ഥാനത്ത് നിന്ന് പാർവതി ചെയ്യുന്നൊരു ഉത്തരവാദിത്വം. അതിന് ഇവളെ കുറ്റപ്പെടുത്തുന്നത് ശരിയാണോ? പാർവതി, നീ ചെയ്തത് ശരിയാ. ഈ കല്യാണവുമായി ബന്ധപ്പെട്ട് നീ നിന്റെ ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിക്കുന്നതിൽ എനിക്ക് നിന്നോട് അഭിമാനം തോന്നുന്നു. ഇതെങ്ങനെയുണ്ടെന്ന് പറഞ്ഞേ. നമ്മുടെ കല്യാണക്കത്തും ഇതുപോലെ ആയ നന്നായിരിക്കില്ലേ? നമ്മുടെ കല്യാണക്കത്തോ? അതിന് നമ്മൾ തമ്മിൽ വിവാഹം ഉണ്ടായെങ്കിലല്ലേ അതിന്റെ ആവശ്യമുള്ളൂ. നമ്മൾ തമ്മിലുള്ള വിവാഹം നടക്കില്ലെന്ന് ആരാ പറഞ്ഞേ? ആരാ പറയേണ്ടത്?
എന്റെ വിവാഹം ആരുടെ കൂടെ വേണോ നിശ്ചയിക്കേണ്ടതേ ഞാനല്ലേ? സാറിന്റെ ഞാനുമായിട്ടാണെന്ന് സാർ നിശ്ചയിച്ചു കഴിഞ്ഞില്ലേ? എന്ന് ഞാൻ പല്ലവിയോട് പറഞ്ഞോ? പറഞ്ഞോന്ന്? ഇല്ലല്ലോ. സാർ അത് വായ തുറന്ന് പറഞ്ഞില്ലെങ്കിലും സാറിന്റെ നോട്ടത്തിൽ നിന്നും ഭാവത്തിൽ നിന്നും എനിക്കത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇനിയെങ്കിലും മടിക്കാതെ പറയും സാറേ, എന്നെ വിവാഹം കഴിക്കാൻ ഇഷ്ടമെന്ന്. പല്ലവി, നീ മനസ്സിൽ തെറ്റായ ധാരണ വെച്ചാ എന്നോട് പെരുമാറുന്നത്. എനിക്ക് നിന്നോട് നീ കരുതുന്ന പോലൊരു ഇഷ്ടമില്ല. നിന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ല. കൊച്ചു കള്ളൻ, ഇപ്പോഴും ജാട വിടാൻ തയ്യാറല്ല. ജാടയൊന്നും അല്ല, ഞാൻ പറഞ്ഞത് സത്യമാ. പിന്നെ പല്ലവി, നീ വെറുതെ മനോരാജ്യം കാണണ്ട. നമ്മൾ തമ്മിലുള്ള വിവാഹം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. സ്വപ്നത്തിൽ പോലും അത് സാധിക്കില്ല. വിപിൻ സാറേ, സാർ എന്നെ വിവാഹം കഴിക്കുമെന്ന് ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ അത് നടക്കും സാറേ. പല്ലവി, നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ വിപിനെ ശല്യം ചെയ്യാൻ നിൽക്കരുതെന്ന്. നീ എന്തിനാ നിന്നെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞ് വിപിന്റെ പിന്നാലെ ഇങ്ങനെ ചുറ്റുന്നേ? വിപിൻ നിന്നെ വിവാഹം കഴിച്ചേ മതിയാവൂന്ന് വാശി പിടിക്കാൻ മാത്രം വിപിനും നീയും തമ്മിൽ എന്താ ബന്ധം? എന്ത് അവകാശത്തിന്റെ പേരിലാ വിപിൻ നിന്നെ കല്യാണം കഴിക്കേണ്ടത്? വിപിനെ വിവാഹം കഴിക്കണമെന്ന് പറയാൻ എന്ത് യോഗ്യത നിനക്കുള്ളത്? ഇനി നീ ഇവന്റെ പിന്നാലെ നടന്ന അടിച്ചു നിന്റെ കാരണം ഞാൻ പൊളിക്കും. നീ എന്നെ തല്ലാൻ വരുന്നോ? എന്ത് അധികാരത്തിലാ നീ എന്നെ തല്ലുന്നേ? വിപിൻ സാറിനെ വിവാഹം കഴിക്കണമെന്ന് ഞാൻ ആശിച്ചതിൽ എന്താ കുഴപ്പം? വിപിൻ സാറിനെ വിവാഹം കഴിക്കാൻ എന്ത് അവകാശം എന്നല്ലേ നീ എന്നോട് ചോദിച്ചത്? നിന്നോട് ഞാൻ ചോദിക്കട്ടെ, നീ എന്ത് അവകാശത്തിലാ വിശാൽ സാറിനെ വിവാഹം കഴിച്ചത്? നിനക്ക് എന്ത് യോഗ്യത ഉണ്ടായിട്ടാ നീ വിശാൽ സാറിന്റെ ഭാര്യയായത്? നിനക്ക് എന്ത് അവകാശമുണ്ടോ, എന്ത് യോഗ്യതയുണ്ടോ അത് തന്നെ എനിക്കുമുണ്ട്. അതുകൊണ്ട് അതിന്റെ പേരില് നീ എന്നെ ചോദ്യം ചെയ്യണ്ട. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഞാനും വിപിൻ സാറും തമ്മിലുള്ള വിവാഹം നടന്നിരിക്കും. ജാസ്മിന്റെ വിവാഹത്തിന് മുൻപ് തന്നെ ഞാനും വിപിൻ സാറും വിവാഹിതരാകും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.